പണ്ടുള്ളവരാന്ന് തോന്നുന്നത് പ്രത്യേകമാണ്. ഹായ് ഫ്രണ്ട്സ്, ടൈം ലാഡർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് കുർത്തിക്കുടി ട്രൈബൽസ് കോളനി ഭാഗത്താണ്, ഇടുക്കി മാങ്കുളത്തുള്ളത്. എന്തായാലും നല്ല അടിപൊളി കാഴ്ചകളൊന്നും രക്ഷയില്ല. അപ്പം നമുക്ക് ഇവിടുത്തെ കുറച്ച് പിള്ളേർ പുളിക്കാഴ്ച കാണാം. ഇപ്പോൾ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത് കുർത്തിക്കുടി ട്രൈബൽസ് കോളനിയിലൂടെയാണ്. ആക്ച്വലി ഇവിടെ ആൾക്കാർ കൂടുതലും വാഴക്കൃഷി, അതുപോലെ തന്നെ തേനെടുക്കൽ, കാട്ടുതേൻ, അതുപോലെ തന്നെ കുറച്ച് പശുക്കൾ, പിന്നെ കുറച്ച് വളർത്തുമൃഗങ്ങളൊക്കെ ഈ ഭാഗത്തൊക്കെ ഉണ്ട്. എൻ്റെ ഡൗട്ട് വേറെ ഒന്നുമല്ല, ഈ ഭാഗത്തൊക്കെ പുലികൾ, കടുവ, കാട്ടുമൃഗങ്ങൾ ഇറങ്ങുന്ന ഏരിയയാണ്, കാട്ടുപന്നിയൊക്കെ. അപ്പോൾ ഈ മൃഗങ്ങൾ അതിൽ നിന്ന് എങ്ങനെ സേവ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. എന്തായാലും ഇവരുടെ ലൈഫ് സ്റ്റൈൽ അടിപൊളി തന്നെയാണ്, ഒരു രക്ഷയില്ല കേട്ടോ. വേറെ അല്ല അവർ. എന്തായാലും അപ്പം നമുക്ക് ഇവിടുത്തെ കുറച്ച് കിടിലൻ പുളിക്കാഴ്ചലും കണ്ടങ്ങോട്ട് പോകാം. അടിപൊളിയാണേ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്ന റൂട്ടിൽ തന്നെ നമുക്ക് കുർത്തിക്കുടി ട്രൈബൽസ് കോളനിയിൽ ഒത്തിരി കൃഷികളാണ് വരുന്നുണ്ട്. വാഴക്കൃഷി, അതുപോലെ പല കൃഷികൾ നമുക്ക് ഈ റൂട്ടിലൂടെ കാണാൻ പറ്റും. പിന്നെ ഒത്തിരി വളർത്തുമൃഗങ്ങളും ഈ ഭാഗത്തൊക്കെ ഉണ്ട്. എന്തായാലും അതൊക്കെ നല്ല പൊളിയാണ്. എന്തായാലും സമ്മതിക്കേണ്ട വേറെ ഒന്നുമല്ല, ഈ കാട്ടുപന്നികളാണ് കൂടുതലും. കാട്ടാനകളാണ് കൂടുതലും കൃഷി നശിപ്പിക്കുന്നത്. അതിൻ്റെ എങ്ങനെയാണ് ഇവർ അതിജീവിക്കുന്നത് എന്നുള്ളത് നമുക്ക് യാതൊരു ഐഡിയയും കിട്ടുന്നില്ല. എന്തായാലും ഇവിടെയുള്ള ആൾക്കാരൊക്കെ നമുക്ക് മിണ്ടാൻ പോലും പാടില്ലെന്നാണ് ഫോറസ്റ്റുകാരുടെ മുന്നറിയിപ്പ്. എന്താ സംഭവം എനിക്കറിയത്തില്ല. പിന്നെ റൈറ്റ് സൈഡിൽ കാണുന്ന മലയുടെ വ്യൂ ഒരു രക്ഷയില്ല, വേറെ ലെവലാണ്. ഇവിടെ എന്തായാലും സിമ്മിന് യാതൊരു റേഞ്ചൊന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പെട്ടുപോകും. അതുകൊണ്ട് മാക്സിമം ഇവിടെ അറിയുന്ന ആൾക്കാർ കൂടെ പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം റേഞ്ച് ഈ ഭാഗത്ത് ഇല്ല കേട്ടോ. അപ്പം നമ്മളിപ്പോൾ മാങ്കുളം ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെരുമ്പങ്കുത്ത് വാട്ടർഫോൾ, അതുപോലെ തന്നെ നമ്മുടെ ഓൾഡ് മൂന്നാർ റോഡ്, പിന്നെ നമ്മുടെ ഒരു ടണൽ വർക്ക് നടക്കുന്നുണ്ട് ഈ ഭാഗത്ത് കുർത്തിക്കുടിയിലുള്ള. ആ കാഴ്ചയെ നമുക്ക് കാണാം. എന്തായാലും അത് അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മളിത് ആ കൃഷിത്തോട്ടത്തിലൂടെ പോകണം. ശരിക്കും നമ്മളിപ്പോൾ കുടുംബത്തിൽ തന്നെയാണ്. എന്തായാലും ഇവരുടെ ലൈഫ് സ്റ്റൈൽ പൊളിയായിരിക്കും. പിന്നെ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് അധികമൊന്നും കാണാത്തത് കൊണ്ട് ഇവർ നൈറ്റ് എങ്ങനെയാണ് അതിജീവിക്കുന്നത് എന്നുള്ളത് ശരിക്കും നമുക്കൊരു പാഠമായിരിക്കും. എൻ്റെ പൊന്നു മച്ചാന്മാരെ, അടിപൊളി, ഒരു രക്ഷയില്ല. എന്തായാലും ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദയവായി ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. ഒരു ബിഗ് റിക്വസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് കോൺക്രീറ്റ് റോഡ് ഭാഗത്തോട്ട് ഇപ്പോൾ കയറി. അപ്പോൾ നമ്മുടെ ഡ്രൈവറുടെ നല്ല അടിപൊളി സ്പീഡിൽ പോകുന്നുണ്ട്. അടിയെന്നുണ്ടെങ്കിൽ ബേസിക് സ്പീഡാണേ. ജീപ്പ് തോന്നിക്കോളെ, അതിൻ്റെ മുകളിൽ ജീപ്പ് തോന്നിക്കോളെ. ശരിയല്ല, ഇതാണ്ട അതൊരു നോക്കാം. ഞാൻ പോയിട്ടില്ല. ഞാനൊരു കൂട്ടാറന്മാരോട് വരുമ്പോഴത്തേക്കും വരാം. 5-8 പേരൊക്കെ ഉണ്ടെങ്കിൽ2
പരിമാറ് ഇടങ്ങേട്ടുള്ളവരാന്ന് തോന്നുന്നത്. പ്രത്യേകമാണല്ലോ വളരെ ഉണ്ടാവുന്ന വണ്ണം കുറക്കാനായിട്ടില്ലേ കയറ്റം ഇറങ്ങിയ ചൂ ഞാൻ എന്തായാലും ഞാൻ മടിയിടമില്ല. അതെങ്ങാണോ അത് ഇങ്ങോട്ട് തന്നെ നിൽക്കാം. അതിൻ്റെ ഫ്രണ്ടിൽ പോകണോ? ഫ്രണ്ട്സ്, ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിലാണ് നമ്മുടെ മാങ്കുളം, പെരുമങ്കുത്ത്, അതുപോലെ തന്നെ ഓൾഡ് മൂന്നാറുടെ രാജപാത ഭാഗത്തോട്ട് പോകുന്നത്. നമ്മൾ റൈറ്റ് എടുത്തേക്കുന്നത് നമ്മൾ നേരെ ആ കുർത്തിക്കുടി വരുന്ന പുതിയ ടണലിൻ്റെ വർക്ക് കാണാൻ വേണ്ടി പോവുകയാണ്. എൻ്റെ അമ്മ ഒരു രക്ഷയില്ല. നേരെ കാണാൻ മല നോക്കിയ മച്ചാന്മാരെ വേറെ ലെവൽ. അത് അടിമാലി ഏരിയ വല്ലതൊക്കെ ആയിരിക്കും, കറക്റ്റായിട്ട് നമുക്കറിയത്തില്ല. കാരണം ഇവിടെ റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ജീപ്പിൻ്റെ നമ്മുടെ ഗൂഗിൾ മാപ്പ് നോക്കാനൊന്നും പറ്റത്തില്ല. ഒരു വേറെ ലെവൽ അടിമാലി ഏരിയ ഒക്കെ തന്നെ ആയിരിക്കണം. പിന്നെ നമുക്ക് ആറ് കൂട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാറിലേക്ക് പോകാൻ എളുപ്പമാണ്. ഏകദേശം ഒരു 10-20-30 കിലോമീറ്ററോളം ദൂരം കുറയുമെന്ന് തോന്നുന്നു നമ്മുടെ അടിമാലി വഴി കറങ്ങി പോകുന്നതിനെക്കാട്ടും കൂടുതൽ. പക്ഷേ ഈ റോഡ് എത്ര നാളത്തേക്ക് ഓപ്പൺ ആകുമെന്നുള്ളത് എനിക്കറിയത്തില്ല, കണ്ടറിയേണ്ടി വരും എന്തായാലും. അപ്പോൾ നമുക്ക് ആ ടണലിൻ്റെ കാഴ്ച ഒന്ന് കാണാം കേട്ടോ. എൻ്റെ അമ്മോ വേറെ ലെവൽ. ഇവിടെയൊക്കെ ആ വെടിമരുന്നിൻ്റെ ഭയങ്കര സ്മെൽ കിട്ടുന്നുണ്ട്. കാരണം വെടിമരുന്ന് വെച്ചാണ് ആ പാറ തുറന്നുകൊണ്ടിരിക്കുന്നത്, പൊട്ടിച്ച് വെടിമരുന്ന് വെച്ചിട്ട്. അപ്പോൾ നമ്മളെന്താ വഴി തെറ്റി. അപ്പോൾ നേരെ നമ്മളിതാ വഴി കണ്ടുപിടിച്ചു നേരെ ആ ടണലിൻ്റെ ഭാഗത്തോട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ആ കാഴ്ച കാണാം. അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു. അപ്പോൾ നമ്മുടെ ഈ 10ാം പാർട്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ.